ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അർജുൻസ് ട്രാവൽ ഡയറീസ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറയ്ക്കും പെരുമ്പട്ടിക്കും ഇടയിലുള്ള മാരംകുളം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നും നാഗപ്പാറയിലേക്കാണ് പോകുന്നത്. നാഗപ്പാറയുടെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും നമ്മളൊരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നാഗപ്പാറയിലേക്ക് എത്താം. ഈ കാണുന്നതാണ് നാഗപ്പാറയുടെ ഒരു എൻട്രൻസ്. അത് നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ വരെ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നടന്നു വേണം ഉള്ളിലേക്ക് പോകാൻ വേണ്ട. ഈ കാണുന്നത് റാന്നി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള പൊന്തമ്പുഴ വലിയകാവ് വനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കാട്ടുവഴിയിലൂടെ നമ്മൾ നടന്നു പോകുന്നത് നാഗപ്പാറയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നമ്മൾ നാഗപ്പാറയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പാറയല്ലായിരുന്നു കാണിച്ചിരുന്നത്, കൂടുതലും ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ വനപ്രദേശവും അതുപോലെ തന്നെ അവിടുത്തെ ഒരു അരുവിയൊക്കെയാണ് നമ്മൾ അന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പൂർണ്ണമായിട്ടും ഈ നാഗപ്പാറയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ നാഗപ്പാറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു ഫോറസ്റ്റിനുള്ളിൽ ഏകദേശം 4-5 ഏക്കറോളം അതിന് മുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു പാറയാണ് ഈ നാഗപ്പാറ. അതുപോലെ തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഈ പാറയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്നുണ്ട്. അതായത് പഞ്ചപാണ്ഡവരുടെ വനവാസ കാലഘട്ടങ്ങളിൽ അവരിവിടെ വരികയും അന്ന് ഭീമൻ ഉരുട്ടിയ ഒരു പാറ ഇവിടെ ഉണ്ടെന്നൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ആ ഭീമൻ ഉരുട്ടിയ പാറയും കാഴ്ചകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നാഗപ്പാറ. അതായത് നമ്മുടെ ഈ നാഗപ്പാറയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പാസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഗവൺമെൻറ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട്, അതായത് കുറച്ച് പദ്ധതികളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടൊരു ഫണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നാഗപ്പാറ. അങ്ങ് ദൂരെ കാണുന്ന മലയൊക്കെ അതെല്ലാം ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയയുടെ അപ്പുറത്താണ് നമ്മുടെ പെരുമ്പട്ടി എന്ന് പറയുന്ന സ്ഥലമൊക്കെ. അപ്പോൾ ഈ നാഗപ്പാറയുടെ ഒരു പ്രത്യേകിച്ച് ഇതൊരു സ്ലോപ്പ് പോലാണ് പാറ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും താഴേക്കാണ് പോകുന്നത്. ഈ പാറയുടെ ഏറ്റവും അടിഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഉച്ച സമയത്തൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല, ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഭീമൻ ഉരുട്ടിയ പാറ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും താഴെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതിന് ഈ പാറയുടെ ചുറ്റിനും കാണുന്നതെല്ലാം പൊന്തമ്പുഴ വനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വനപ്രദേശങ്ങളാണ്. അപ്പോൾ നമുക്കിതിന് മുകളിലായിട്ടാണ് ഈ കുരിശുമല തീർത്ഥാടനം, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുകളിലായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റിനും ഈ കാണുന്നതെല്ലാം ഫോറസ്റ്റ് ഏരിയയാണ്. ഒരുപാട് കേസും കാര്യങ്ങളും ഒക്കെ കിടക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പം നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഏതോ ഒരു പൂമ്പാറ്റ വിനോയ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്നവരുടെയൊക്കെ പ്രധാന കൗതുകം എന്ന് പറയുന്നത് ഈ പാറയിലൊക്കെ അവരവരുടെ പേരുകളൊക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ്. പേരുകൾ മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ പാറയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഫാമിലിയായിട്ടൊക്കെ ആളുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ പാറയിലൊക്കെ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും താഴേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അല്പം പച്ചപ്പൊക്കെ നമുക്ക് സൈഡുകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. വേനൽക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റിനും കാണുന്നതൊക്കെ ഉണങ്ങിയ ഇലകളും അതുപോലെ മരങ്ങളൊക്കെ ഉണങ്ങിയ നിലയിലൊക്കെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കും. ഒരു പച്ചപ്പിൻ്റെ ഒരു ഇത് കുറവായിരിക്കും. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളമൊന്നും ഇവിടെ വരുന്നവരൊക്കെ കൊണ്ടുവരണം. പിന്നെ അതാ ഈ കാണുന്ന ഈ ചെറിയ ചെറിയ, അതായത് ചെറിയ ചെറിയ ഉറവകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ നമുക്ക് കുടിക്കാൻ വേണ്ടി സാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് മറ്റു മാലിന്യങ്ങളോ മറ്റോ ഒന്നും ഇതിൽ ചേരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ പാറകൾക്കിടയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ഉറവകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഉറവകളെല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ നിന്നൊരു തോടായിട്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ പാറയിൽ കൂടെയൊക്കെ നടന്നു വരുമ്പോൾ നമുക്ക് കാലൊക്കെ ഒന്ന് നനയ്ക്കാനും ഒന്ന് മുഖമൊക്കെ കഴുകാനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം കാണുന്നത് തന്നെ നമുക്ക് വളരെ ആശ്വാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാണുന്നത് അങ്ങനെയുള്ളൊരു ഉറവയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചുറ്റിനും ഈ പാറയൊക്കെ കൂട്ടമായിട്ടൊക്കെ തന്നെ നിപ്പുണ്ട്. അപ്പം ഇത് നമ്മൾ ഏകദേശം അടിഭാഗത്തായിട്ടൊക്കെ എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു മിഡിൽ പോർഷനിലാണ് നമ്മളിപ്പോൾ ഈ പാറയുടെ നിൽക്കുന്നത്. ഇതൊരു സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മിഡിൽ പോർഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പം ഈ ഭീമൻ ഉരുട്ടിയ പാറ, അങ്ങനെ അറിയപ്പെടുന്ന ആ പാറയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ മരങ്ങൾക്കൊക്കെ ഇടയിലൂടെ ഈ വെള്ളത്തിലൂടെയൊക്കെ ചവിട്ടി ഇങ്ങനെ പോകാൻ വേണ്ടി നമുക്ക് വളരെയധികം ആശ്വാസമാണ്. കാരണം നമ്മൾ മുകളിൽ നിന്ന് താഴെ എത്തുമ്പോഴത്തേക്കിനും നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് കുറച്ചു നേരം നമുക്ക് ഈ വെള്ളത്തിലൂടെയൊക്കെ ചവിട്ടി പോകുമ്പോൾ വളരെയധികം ആശ്വാസമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഭീമൻ ഉരുട്ടിയ പാറയൊന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മുടെ വീടൊക്കെ ഇവിടെ സമീപ പ്രദേശത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഈ നാഗപ്പാറയെ പറ്റിയൊക്കെ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ ഈ ഭീമൻ ഉരുട്ടിയ പാറ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു കഥ. ഇതൊക്കെ നമുക്ക് ഒരു ഐതിഹ്യമാണ്. ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അതേപോലെ തന്നെ ഈ വനത്തിനുള്ളിൽ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലം നമ്മൾ പണ്ട് പോയി കണ്ടിട്ടുണ്ട്. അന്നൊരു പ്രതിഷ്ഠയായിട്ടൊന്നും ഇല്ലായിരുന്നു, ഒരു കല്ലും അതിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ളൊരു അമ്പലമായിരുന്നു. പിന്നീടത് പല ട്രസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അവിടെ പൂജ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ അമ്പലത്തിലേക്ക് നമ്മൾ പോകാൻ
പോകാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. പക്ഷേ കാട് കയറി കിടക്കുകയാണ്. ഇപ്പം നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാടൊക്കെ കയറി കിടക്കുകയാണ്. അപ്പം നമ്മൾ എന്തായാലും അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ നാഗപ്പാറയുടെ ഏറ്റവും അടിഭാഗത്താണ്. ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നൊക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മുടെ ഭീമനുരുട്ടിയ പാറ എന്നറിയപ്പെടുന്നൊരു പാറ. എന്തായാലും നമ്മൾ മുകളിലൊക്കെ കണ്ടതിനേക്കാളും ഒക്കെ വളരെ വലിപ്പമുള്ളൊരു പാറ തന്നെയാണ് ഈ ഏറ്റവും അടിഭാഗത്തായിട്ട് കാണുന്ന ഈ വലിയൊരു പാറ. അപ്പം ഇതാണ് നമ്മുടെ ഈ നാഗപ്പാറയുടെ ഏറ്റവും അടിവശം. നമ്മൾ ആ കാണുന്ന ഉറവുകളൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ടൊരു തോടായിട്ടാണ് പിന്നെ ഈ വനത്തിലൂടെ നേരെ പോകുന്നത്. ഈ വനത്തിലൂടെ ഈ തോട് നേരെ പോകുന്നത് നമ്മുടെ പെരുമ്പെട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ്. അവസാനം ഇത് മണിമലയാറ്റിലാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഉറവയൊക്കെ നമ്മൾ മഴക്കാലത്തൊക്കെ ആയി കഴിയുമ്പോൾ ഇതുവഴി നല്ല രീതിയിൽ വെള്ളം വരുന്നതാണ്. അപ്പോൾ ഇപ്പം മഴയുടെ ഇത് കുറവായതുകൊണ്ട് തന്നെ വെള്ളം തീരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭീമനുരുട്ടിയ പാറ എന്നറിയപ്പെടുന്ന പാറ. ഇതിനുള്ളിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിൻ്റെ ഒരു ബാലൻസിലാണ് ആ പാറ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി നേരെ മുകളിലേക്ക് തന്നെ കയറി പോകാൻ വേണ്ടി പോവുകയാണ്. ആയിരക്കണക്കിന് ഏക്കറോളം വരുന്നൊരു വനഭൂമിയാണ് നമ്മുടെ ഈ പൊന്തമ്പുഴ വലിയകാവ് റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കേസ് നടക്കുന്നത്, അതായത് ഇതൊരു സ്വകാര്യ ഭൂമിയാണെന്നുള്ള രീതിയിൽ കുറച്ച് പേര് കേസ് കൊടുക്കുകയും അപ്പോൾ കോടതി ഇത് സ്വകാര്യ ഭൂമിയാണെന്നുള്ള രീതിയിൽ ഒരു വിധി വരികയും അപ്പോൾ ഇവിടെ ഈ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് പട്ടയം ലഭിക്കാണ്ട് പോവുകയും അവർ കുടിയൊഴിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കോടതി വിധിയുടെ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ഇത്രയും, അതായത് ആയിരത്തോളം ഏക്കറോളം വരുന്ന ഈ ഒരു വനഭൂമി സ്വകാര്യ വ്യക്തികളുടേതായിട്ട് മാറുമെന്നുള്ള നിലയിലൊക്കെയാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിയമ പോരാട്ടങ്ങളൊക്കെ ഇവിടെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ നാഗപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നാഗപ്പാറ വനത്തിന് ചുറ്റിനുമുള്ള വനപ്രദേശത്തൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ വനത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഫോറസ്റ്റിനുള്ളിലെ കാര്യങ്ങളൊക്കെ. അപ്പം നല്ല രീതിയിലുള്ള പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഇപ്പം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കാഴ്ചകളൊന്നും ഇതുപോലെയൊന്നും അല്ല, നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ചില മരങ്ങൾ നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ചില മരങ്ങളൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ നാഗപ്പാറയുടെ ഈ ഒരു വനത്തിനുള്ളിൽ നമ്മുടെ ഈ കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ നമുക്ക് വളരെ നല്ല രസമാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഫോറസ്റ്റിനുള്ളിലെ ആ ഒരു സൗണ്ട് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാഗപ്പാറയിലെ അതുപോലെ തന്നെ ചുറ്റുമുള്ള വനപ്രദേശത്തിലെയൊക്കെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.